പ്രഭാത വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ ഉദയഗിരിയിൽ ഭിന്നശേഷിക്കാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. താമരക്കാട് സ്വദേശി കുമ്പുക്കൽ ദേവസിയാണ് കൊല്ലപ്പെട്ടത്. സഹോദരി പുത്രൻ ഷൈൻമോനെ ആലക്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. സജോ സിയ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ, ഈ പ്രഭാതത്തിൽ എത്ര നല്ല വാർത്തയല്ല പങ്കുവയ്ക്കാനുള്ളത്. എന്താണ് കൊലപാതകത്തിന് കാരണം? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രവിധ കുടുംബ വഴക്കിനെ തുടർന്നാണ് ക്രൂരമായി കൊലപാതകം അരങ്ങേറിയത് എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ണൂർ ആലക്കോട് ഉദയഗിരി തൊമരക്കാട് ഇന്നലെ വൈകിട്ട് 8 മണിയോടുകൂടിയാണ് ഈ അക്രമം നടന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇരു കാലുകൾക്കും സ്വാധീനമില്ലാത്ത ഭിന്നശേഷിക്കാരനായ കുമ്പുക്കൽ ദേവസ്യ, അദ്ദേഹം 76 വയസ്സാണ്, ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടത്. സഹോദരി പുത്രൻ തന്നെയായ ഷൈൻമോൻ എന്നയാൾ കോടാലി കൊണ്ട് വെട്ടുകയും കല്ലെടുത്ത് തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത് എന്നതാണ് പ്രദേശവാസികളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. വലിയ ശബ്ദം കേട്ട് നാട്ടുകാരൊക്കെ ഓടിക്കൂടി. അപ്പോഴേക്കും ഈ ആക്രമണത്തിൽ ദേവസ്യ കൊല്ലപ്പെട്ടിരുന്നു. തലയ്ക്കും ശരീരമാസകലവും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പിന്നാലെ പോലീസ് എത്തി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇയാളുടെ സഹോദരി പുത്രനായ ഷൈൻമോനെ ഇന്നലെ രാത്രി തന്നെ ആലക്കോട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. പോലീസിനോട് പറഞ്ഞത് കുടുംബ വഴക്കിനെ തുടർന്നുള്ള പകയാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നതാണ്. ഇയാൾ മദ്യലഹരിയിലുമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത്യന്തം ദാരുണമായ ക്രൂരമായ അതിക്രമമാണ്. തലയ്ക്ക് കോടാലി ഉപയോഗിച്ച് വെട്ടുകയും കല്ലുപയോഗിച്ച് പലതവണ അടിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പോലീസ് ഏതായാലും ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നും ആലക്കോട് പോലീസ് അറിയിക്കുന്നുണ്ട്. ശരി, സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന്. 10 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും അടക്കം 96 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലെത്തും. മത്സരരംഗത്തുള്ള 1717 സ്ഥാനാർത്ഥികളിൽ 170 പേർ സ്ത്രീകളാണ്. അഖിലേഷ് യാദവ്, മഹുവ മൈത്ര, അധിർ രഞ്ജൻ ചൌധരി, ഗിരിരാജ് സിംഗ്, YS ശർമിള, അർജുൻ മുണ്ട, ശത്രുഘ്നൻ സിൻഹ തുടങ്ങിയവരാണ് ഇന്ന് ജനവിധി തേടുന്ന പ്രമുഖർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ എത്തുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി ഇന്ന് വാരാണസിയിൽ റോഡ് ഷോ നടത്തും. രാധാകൃഷ്ണൻ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് രാജ്യം. ഇന്ന് പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ ജനവിധി തേടുകയാണ്. എന്തൊക്കെയാണ് ഇതിന് സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ, ഒപ്പം മറ്റു വിശദാംശങ്ങൾ? പ്രവിധ, 4ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രവേശിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 283 സീറ്റുകളിലാണ് ഇതുവരെ വോട്ടെടുപ്പ് നടന്നത്. കഴിഞ്ഞ ഘട്ടങ്ങളിൽ 3 ഘട്ടങ്ങളിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് മുൻ വർഷങ്ങൾക്ക് സമാനമായിട്ട് ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 4ാം ഘട്ടം നിർണായകമാകുന്നു. ഇനിയുള്ള ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്യിപ്പിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം അവരുടെ ഭരണം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർന്നു തന്നെ നിൽക്കണം എന്നാണ് ആ പാർട്ടിയുടെ വിലയിരുത്തൽ. അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്നതോടെ ഇന്ത്യ മുന്നണിക്ക് വലിയ ശക്തി അത് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയും ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികളാണ് ഇപ്പോൾ നടത്തി വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഫലം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഇന്ന് ഈ 4ാം ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ 4ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുമ്പോൾ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണാസിയിൽ എത്തുന്നു എന്നുള്ളത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളതാണ്. അദ്ദേഹം ഇന്ന് റോഡ് ഷോ നടത്തുകയാണ്. ആ റോഡ് ഷോയിൽ BJPയുടെ ദേശീയ നേതാക്കളൊക്കെ പങ്കെടുക്കും. തീർച്ചയായിട്ടും നാളെ അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ഇന്നത്തെ റോഡ് ഷോ അടക്കം ഉള്ളത്. അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവരും വിപുലമായിട്ടുള്ള പ്രചരണ പരിപാടികളിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നു. ഏതാണ്ട് 17.70 കോടി വോട്ടർമാരാണ് ഇന്ന് വോട്ട് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള വോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മുൻഘട്ടങ്ങളിൽ ചില വിമർശനങ്ങളൊക്കെ ഈ പെർസെൻറ്റേജ് അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ ഉയർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പുതിയ സംവിധാനങ്ങൾ ഇന്നു മുതൽ യാഥാർത്ഥ്യമാക്കും എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കുകയാണ്. മോക്ക് പോൾ അടക്കമുള്ളവ ഇതിനകം നടന്നു വരുന്നു. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. 4ാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്, വോട്ടിംഗ് നടക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലായി പ്രമുഖർ ഉൾപ്പെടെ ജനവിധി തേടുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇന്ന് വാരാണസിയിൽ നടക്കുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് റോഡ് ഷോ.
ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഇന്ന് മുതൽ കൂടുതൽ തിരഞ്ഞെടുപ്പ് റാലികൾ നടക്കും. ഇന്നലെ പ്രഖ്യാപിച്ച 10 കെജ്രിവാൾ ഗ്യാരണ്ടികൾ മുൻനിർത്തി പ്രചാരണം സജീവമാക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ നീക്കം. പ്രായപരിധിയെ സംബന്ധിച്ച് BJPക്കെതിരെ കെജ്രിവാൾ ഉന്നയിച്ച വിമർശനവും പ്രചാരണായുധമാക്കും. നാളെയാണ് ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും പങ്കെടുക്കുന്ന റോഡ് ഷോ. വരും ദിവസങ്ങളിൽ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കെജ്രിവാൾ സജീവമാകും. സ്ത്രീകളെ അധിക്ഷേപിച്ച RMP നേതാവ് KS ഹരിഹരനെതിരെ പോലീസ് കേസെടുത്തു. മഹിളാ അസോസിയേഷൻ നൽകിയ പരാതിയിലാണ് വടകര പോലീസ് കേസെടുത്തത്. കേസിനെ നിയമപരമായി നേരിടുമെന്ന് ഹരിഹരൻ 24നോട് പറഞ്ഞു. KS ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സ്ത്രീത്വത്തെ അപമാനിക്കൽ, സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് വടകര പോലീസ് RMP നേതാവിനെതിരെ കേസെടുത്തത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി K പുഷ്പജ നൽകിയ പരാതിയിലാണ് വടകര പോലീസ് കേസെടുത്തത്. മഹിളാ അസോസിയേഷനു പുറമെ ഡിവൈഎഫ്ഐയും DGPക്ക് പരാതി നൽകിയിരുന്നു. കേസ് നിയമപരമായി നേരിടുമെന്ന് KS ഹരിഹരൻ 24നോട് പറഞ്ഞു. ജനങ്ങളോട് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ഞാനാണ്. മറ്റുള്ളവരൊന്നും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർക്കെതിരെ കേസെടുത്തൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും കേസിനെ നിയമപരമായിട്ട് നേരിടും. പരാമർശം തള്ളിക്കളയുന്നതുകൊണ്ട് പാർട്ടി എന്നെ തള്ളിക്കളയുന്നൊന്നും അർത്ഥമില്ല. പാർട്ടി എനിക്കൊപ്പമുണ്ട്. ഇന്നലെ രാത്രി ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടന വസ്തു എറിഞ്ഞ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊണ്ടോട്ടി ഡിവൈഎസ്പി AM സിദ്ദിഖ് ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ഫോടക വസ്തു വീടിന്റെ ചുറ്റുമതിലിൽ തട്ടിപ്പൊട്ടുകയായിരുന്നു. ഇരുചക്രവാഹനത്തിലെത്തിയ 2 പേരാണ് ആക്രമണം നടത്തിയതെന്നും പിന്നിൽ CPM ആണെന്നും ഹരിഹരൻ ആരോപിച്ചു. CPM അല്ലാതെ വേറൊരാളും ഇതിന് പിന്നിലില്ല. CPMന്റെ സ്വഭാവം വെച്ചിട്ട് അവരങ്ങനെ പെട്ടെന്ന് ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന രീതിയില്ല. ഇപ്പോൾ ആക്രമണം നടന്നാൽ ഗുണഭോക്താവാരെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് V വസീഫിന്റെ മറുപടി. ആരുടെ ആഗ്രഹമായിരിക്കും ഹരിഹരന്റെ വീടിന് നേരെ ബോംബെറിയുക എന്നുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്രമം നടക്കുക എന്നുള്ളത്? അവരുടെ ആഗ്രഹമായിരിക്കും. 24 കോഴിക്കോട്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം 9ാം ദിവസത്തിലേക്ക്. സംസ്ഥാന വ്യാപകമായി ടെസ്റ്റ് ഇന്നും തടയുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു. ആയിരക്കണക്കിന് ടെസ്റ്റുകളാണ് ഇതുവരെ മുടങ്ങിയത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ധർണ നടത്തും. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം പൂർണ്ണമായി പിൻവലിക്കുന്നതുവരെ ബഹിഷ്കരണം തുടരാനുള്ള തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് സംയുക്ത സമരസമിതി. വെള്ളിയാഴ്ച മുതൽ ടെസ്റ്റ് കർശനമായി നടപ്പാക്കുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചിരുന്നെങ്കിലും ടെസ്റ്റുകൾ മുടങ്ങി. അടുത്ത ടെസ്റ്റിന് ഇനി മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇന്ന് ഒരാളെങ്കിലും എത്തിയാൽ ടെസ്റ്റ് നടത്താനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കം. എന്നാൽ ഗ്രൗണ്ടിൽ ആരെയും കടക്കാൻ അനുവദിക്കില്ലെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നിലപാട്. പ്രതിഷേധങ്ങൾക്കിടയിലും നിരവധി പേർ ടെസ്റ്റ് നടത്തി മടങ്ങുന്നുണ്ടെന്നാണ് ഗതാഗത വകുപ്പ് പറയുന്നത്. കൂടുതൽ പോലീസ് സുരക്ഷയോടെ ഇന്നു മുതൽ ടെസ്റ്റ് നടത്താനുള്ള നീക്കത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ്. ഒരു വിഭാഗം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇന്ന് സെക്രട്ടേറിയറ്റ് ധർണ നടത്തും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ട മുഴുവൻ പ്രതികളും പിടിയിലായി. കരിക്കകത്തെ ഒളിവിൽ കഴിഞ്ഞിരുന്ന സുമേഷാണ് അവസാനം പിടിയിലായത്. കൊല്ലപ്പെട്ട അഖിലിന്റെ ശരീരത്തിലേക്ക് കല്ല് വലിച്ചെറിഞ്ഞ വിനീത് രാജിനെ തിരുവനന്തപുരം ചെങ്കൽച്ചൂളയിൽ നിന്നാണ് പിടികൂടിയത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത മറ്റൊരു പ്രതിയായ അഖിൽ എന്ന അപ്പുവിനെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടി. പ്രതികൾക്ക് സഹായം ചെയ്യുകയും ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയും ചെയ്ത കിരൺ കൃഷ്ണ, ഹരിലാൽ, കിരൺ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയ വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. കേസിലെ ഏക പ്രതിയായ മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അപൂർവങ്ങളിൽ അപൂർവമായ ക്രൂര കൊലപാതകമെന്നും വിധി സമൂഹത്തിലുള്ള സന്ദേശമാകണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ നിലപാടെടുത്തിരുന്നു. പ്രണയപകയെ തുടർന്ന് വിഷ്ണുപ്രിയയെ പ്രതി വീട്ടിൽ കയറി കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. 2022 ഒക്ടോബർ 22-നായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. കൊടും ചൂടിന് ശമനമായി സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ ലഭിക്കാൻ സാധ്യത. 7 ജില്ലകളിൽ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴ ലഭിക്കും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം.
വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. യമൻ ജയിലിലുള്ള നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച പ്രാരംഭ ചർച്ചകൾ ഉടൻ. ഇന്ത്യൻ എംബസി ഏർപ്പെടുത്തിയ അഭിഭാഷകൻ ചർച്ച നടത്തും. യമനിലുള്ള നിമിഷപ്രിയയുടെ മാതാവും ചർച്ചയുടെ ഭാഗമാകും. നടപടിക്രമങ്ങൾക്ക് 36 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് സേവ് നിമിഷപ്രിയ ഫോറം അറിയിച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കൂടിക്കാഴ്ചയാണിന്ന് നടക്കാൻ പോകുന്നത്. നിമിഷപ്രിയയുടെ അമ്മയുൾപ്പെടെ ആരൊക്കെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുക? പ്രവിധ 2 ആഴ്ചക്കുള്ളിൽ പ്രാരംഭ ചർച്ചകൾ ആരംഭിക്കും എന്നാണ് ഇന്നലെ ചേർന്ന സേവ് നിമിഷപ്രിയ ഫോറം യോഗത്തിൽ ജനറൽ ബോഡിയിൽ ഒരു തീരുമാനം ആയത്. അതിനായി ആവശ്യമായിട്ടുള്ളത് 36 ലക്ഷം രൂപയാണ്. പ്രാഥമിക ഓഫീസ് ചെലവുകളും മറ്റു ചെലവുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസി ഏർപ്പെടുത്തിയ അഭിഭാഷകനാണ് ഇത്തരത്തിലൊരു ആവശ്യം പറഞ്ഞത്. ആ പണം സമാഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പണം പൂർണ്ണമായും കൊടുത്ത ശേഷമായിരിക്കും ചർച്ചകൾ ആരംഭിക്കുക. ആദ്യം യമനിലെ ഗോത്രത്തലവന്മാരുമായി ചർച്ച നടത്തും. അവർ വഴി ഈ കൊല്ലപ്പെട്ട ആളുടെ കുടുംബവുമായി ചർച്ച നടത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. ചർച്ചയിൽ സേവ് നിമിഷപ്രിയ ഫോറം അംഗങ്ങൾക്കൊപ്പം നിമിഷപ്രിയയുടെ മാതാവും ഭാഗമാകും. വലിയ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് ഈ അവിടെയുള്ള സാമുവൽ ജെറോം ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കുവെക്കുന്നത്. ഒപ്പം കുടുംബവും സമാനമായ ഒരു ആഗ്രഹം അല്ലെങ്കിൽ പ്രതീക്ഷയുണ്ട് എന്ന് കുടുംബവും നിമിഷപ്രിയയുടെ അമ്മയും വ്യക്തമാക്കുന്നു. ഏകദേശം 2 ആഴ്ചയിലേറെയായി നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോഴും സനയിൽ തുടരുകയാണ്. ഒരിക്കൽ കൂടി മകളെ കാണാനാകുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നുണ്ട്. ഈ വിദേശ മലയാളികളും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാം ചേർന്നാണ് സേവ് നിമിഷപ്രിയ ഫോറം കൗൺസിൽ രൂപീകരിച്ചിട്ടുള്ള. അവരുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതീക്ഷയ്ക്ക് വക ഉണ്ടായത്. എന്തായാലും ശക്തമായൊരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഭാഗത്തും അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകണമെന്നൊരു ആവശ്യവും ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. പ്രവിധ വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. മേയർ MLA ദമ്പതികളും KSRTC ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായ ശേഷം ബസ്സിലെ CCTV മെമ്മറി കാർഡ് കാണാതായ കേസിൽ യദുവിന്റെ മൊഴിയിലെ വൈരുദ്ധ്യം വിശദമായി പരിശോധിക്കാൻ പോലീസ്. ബസ്സിൽ കയറി മെമ്മറി കാർഡ് മോഷ്ടിച്ചെന്ന സംശയത്തെ തുടർന്നാണ് നീക്കം. ഇതിൽ വ്യക്തത വന്ന ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. യദുവിന്റെ പരാതിയിൽ മേയറുടെയും ഭർത്താവ് KM സച്ചിൻ ദേവ് MLAയുടെയും കാറിൽ ഉണ്ടായിരുന്ന മറ്റ് ബന്ധുക്കളുടെയും മൊഴിയും ഉടൻ രേഖപ്പെടുത്തും. തിരുവനന്തപുരം കളക്ടറെ വിമർശിച്ചതിന് ജോയിന്റ് കൌൺസിൽ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിനെതിരെ ജോയിന്റ് കൌൺസിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കും. മുഴുവൻ കളക്ടറേറ്റുകളിലേക്കും പ്രതിഷേധ പ്രകടനം നടത്താനാണ് തീരുമാനം. തൽക്കാലം വിഷയത്തിൽ ഇടപെടേണ്ട എന്നതാണ് മന്ത്രി കെ രാജന്റെ നിലപാട്. ചാനൽ ചർച്ചയിൽ കളക്ടറെ വിമർശിച്ചത് സർവീസ് ചട്ടലംഘനമെന്ന് കാണിച്ചാണ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. പരാമർശം പിൻവലിക്കുന്നില്ല എന്ന നിലപാടിലാണ് ജയചന്ദ്രൻ കല്ലിങ്കൽ. മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ ഇന്ന് മലപ്പുറത്ത് അടിയന്തര യോഗം. പോത്തുകല്ല്, ചാലിയാർ പഞ്ചായത്തുകളിലാണ് യോഗം. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. മഞ്ഞപ്പിത്ത വ്യാപന പശ്ചാത്തലത്തിലാണ് അടിയന്തര യോഗം. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തും. രോഗവ്യാപനം തടയാനുള്ള മുൻകരുതലുകളും ചർച്ചയാകും. നിലവിൽ രോഗം സ്ഥിരീകരിച്ചവർക്ക് രോഗം മൂർച്ഛിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടിയും സ്വീകരിക്കും. രോഗം ബാധിച്ച് മരിച്ചവരിൽ മിക്കവരും കരൾ സംബന്ധമായ അസുഖമുള്ളവരാണ്. അതിനാൽ ഇത്തരക്കാർക്ക് പ്രത്യേക പരിചരണം നൽകുന്നത് ചർച്ചയാകും. ഒരാഴ്ചക്കിടെ തുടർച്ചയായുള്ള 3 മരണങ്ങൾ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 മാസത്തിനിടെ 8 പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചത്. രോഗം പരത്തുന്ന വൈറസിന് ജനിതകമാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയത്തെ തുടർന്ന് സാമ്പിളുകൾ തിരുവനന്തപുരത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. 24 മലപ്പുറം. ഗായകൻ സന്നിധാനന്ദനെതിരെ അധിക്ഷേപിച്ച് യുവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഉഷാകുമാരി എന്ന പ്രൊഫൈലിൽ നിന്നാണ് സന്നിധാനന്ദന്റെ കുടുംബചിത്രമടക്കം പങ്കുവച്ചുള്ള അധിക്ഷേപം. മുടി നീട്ടി വളർത്തിയതിന് ഗായകൻ വിധു പ്രതാപിനെതിരെയും പോസ്റ്റിൽ പരാമർശമുണ്ട്. അധിക്ഷേപം ഏറെ വേദനിപ്പിച്ചുവെന്ന് സന്നിധാനന്ദൻ 24നോട് പറഞ്ഞു. മുടിയും താടിയും നീട്ടി വളർത്തുന്നവരെല്ലാം കോമാളികൾ എന്ന തരത്തിൽ സന്നിധാനന്ദൻ്റെ ചിത്രമടക്കം ഉപയോഗിച്ചുകൊണ്ട് വളരെ അധിക്ഷേപകരമായൊരു പരാമർശം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു. അദ്ദേഹം തന്നെ അത് ഷെയർ ചെയ്തിരുന്നു. ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഈ കാപട്യം തിരിച്ചറിയണമെന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് അത് ഷെയർ ചെയ്തതെന്നാണ് സന്നിധാനന്ദൻ വ്യക്തമാക്കുന്നത്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ അങ്ങ് കാണുന്നത്? സാധാരണ ഞാനിങ്ങനെ കേൾക്കുന്നതൊക്കെ ഞാൻ തന്നെ വിടില്ല പതിവ്. പക്ഷേ എനിക്ക് അയച്ചു തന്ന ഇതേ ഫോട്ടോ എൻ്റെ വൈഫിൻ്റെ മൊബൈലിലേക്ക് വേറൊരാൾ അയച്ചു കൊടുത്തു. അപ്പോൾ വൈഫ് അത് എന്നോട് പറയാതെയാണ് കുറേ നേരം ഇരുന്നു. അപ്പോൾ ഞാനിത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ
അങ്ങനെ പറയുന്നവർക്കെതിരെ നമ്മൾ പറയണം. അതുമാത്രമല്ല, അങ്ങനെ പറയുന്നവരെ നമ്മൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം. ഞാനായതുകൊണ്ട് ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യില്ല. പക്ഷേ മറ്റ് പലരും ഒരു പക്ഷേ സമൂഹത്തിനെ തന്നെ വെറുത്ത്, സമൂഹത്തിൽ ഇത്ര ആൾക്കാരുടെ ഈ പ്രബുദ്ധത ഇല്ലായ്മ എന്ന് വേണം പറയാൻ, ഇതിനെ വെറുത്ത് അവർ ആത്മഹത്യ ചെയ്ത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവർ മാനസിക അസുഖം വന്നാൽ എന്ത് ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നവർ ഇനി ആരെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പറയാൻ ഉദ്ദേശിക്കുന്നവരുടെ നാവ് വീണ്ടും അകത്തേക്ക് തന്നെ വലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെ പറയുമ്പോൾ പറയുന്നവരുടെ മനസ്സ് എന്തോരം അഴുക്കുള്ളതാണ്. ഞാൻ ക്ഷമിച്ചു, പക്ഷേ എനിക്ക് ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടായി. പക്ഷേ എന്നെ പറഞ്ഞപ്പോൾ എനിക്ക് വേദനിച്ചില്ല. എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ ഒരുപാട് സത്യഭാമമാർ ഉണ്ട് എന്നാണോ ഈ അനുഭവം താങ്കളെ ഓർമ്മപ്പെടുത്തുന്നത്? ഇത് സത്യഭാമമാർ ഒരുപാട് പേരുണ്ട്. ഈ സത്യഭാമയ്ക്ക് മുമ്പും ഉണ്ടായിട്ടുണ്ടല്ലോ, ആ അനുഭവം എനിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ വികൃതമാക്കുന്നതിൻ്റെ എക്സ്ട്രീം ലെവല് കണ്ടിട്ടുള്ള ഒരാളാണ്. കാരണം എനിക്ക് ചുണ്ടുണ്ടായിരുന്നില്ല, 2 ചെറുനാവായിരുന്നു, ക്ലഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ നേരിട്ട് വന്ന എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇതിലെന്തെങ്കിലും ഇവർക്കെതിരെ നിയമ നടപടിക്ക് എന്തെങ്കിലും തയ്യാറെടുക്കുന്നത് ഒന്നുമില്ല? ഇപ്പോൾ ഒന്നുമില്ല, പക്ഷേ ചിലപ്പോൾ ഉണ്ടാവാം. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ആലോചിച്ചിട്ടില്ല. കാരണം ഇന്ന് രാവിലെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടായത്. പിന്നെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇവിടെ മഞ്ഞളൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്തായാലും സന്നിധാനത്തിൻ്റെ ഒരു വേദിയിൽ നിന്ന് തന്നെയാണ്, അദ്ദേഹം പാടി തകർത്തൊരു വേദിയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ കണ്ടത് എന്തായാലും ഈ മാറ്റി നിർത്തലോ ഒന്നുമല്ല, ആളുകൾ അത് ഹൃദയം കൊണ്ട് ഈ പാട്ടുകൾ സ്വീകരിക്കുകയായിരുന്നു. വലിയ സ്വീകാര്യതയാണ് ഈ ഗ്രാമപ്രദേശത്ത്, പാലക്കാട്ടെ ഒരു ഗ്രാമപ്രദേശത്താണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്തായാലും പൊതുസമൂഹം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട്. ശ്യാം ബാലുവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ലക്നൌ സൂപ്പർ ജെയിൻസ് നായകൻ KL രാഹുലിനോട് ടീം ഉടമ സഞ്ജീവ് ഗോയങ്ക കയർത്തതിൽ വിമർശനവുമായി ഇന്ത്യൻ മുൻ താരം വീരേന്ദർ സേവാഗ്. അയാൾ വെറും ബിസിനസ്സുകാരനാണ്, ലാഭത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും മാത്രമാണ് ചിന്തിക്കുക. പക്ഷേ ഇവിടെ എന്ത് നഷ്ടമാണ് സംഭവിച്ചത്? ടീം തോറ്റാൽ പോലും 400 കോടി പ്രതിഫലം കിട്ടും. ടീം ഉടമകൾ താരങ്ങളെ പ്രചോദിപ്പിക്കുകയാണ് വേണ്ടതെന്നും അല്ലാതെ തളർത്തുകയല്ല വേണ്ടതെന്നും സേവാഗ് കുറ്റപ്പെടുത്തി. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ 2ാം സ്ഥാനം തിരിച്ചുപിടിക്കാൻ ബാഴ്സലോണ ഇന്നിറങ്ങും. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ റയൽ സോസിഡാഡാണ് എതിരാളികൾ. റയൽ മാഡ്രിഡ് കിരീടമുറപ്പിച്ചതോടെ 2ാം സ്ഥാനത്തിന് വേണ്ടി ബാഴ്സലോണയും ജിറോണയും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. 35 മത്സരങ്ങളിൽ നിന്ന് 75 പോയിന്റുമായി ജിറോണയാണ് നിലവിൽ 2ാമത്. 34 മത്സരങ്ങളിൽ നിന്ന് 73 പോയിന്റുള്ള ബാഴ്സയ്ക്ക് ഇന്ന് ജയിച്ചാൽ 2ാമതെത്താം. 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സിംബാബ്വൻ ഓൾറൗണ്ടർ ഷോൺ വില്യംസ്. 81 മത്സരങ്ങളിൽ കളിച്ച വില്യംസ് 1691 റൺസും 48 വിക്കറ്റും വീഴ്ത്തിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. JDS നേതാവ് പ്രജ്വൽ രേവണ്ണ പ്രതിയായ ലൈംഗികാതിക്രമ കേസിൽ അശ്ലീല ദൃശ്യങ്ങൾ പുറത്തുവിട്ട സംഘത്തിലെ 2 പേർ അറസ്റ്റിൽ. BJP പ്രവർത്തകരായ ചേതൻ, ലിഖിത് ഗൌഡ എന്നിവരെയാണ് SIT അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് പ്രജ്വലിന്റെ ഡ്രൈവറുമായി ബന്ധമുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. കേസിൽ നിർണായകമായ വിവരമാണല്ലോ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്, വിവരങ്ങൾ. പ്രവിധ, തീർച്ചയായും നിർണായകമായിട്ടുള്ള അറസ്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് പ്രജ്വൽ രേവണ്ണയുടെ ഡ്രൈവർ കാർത്തികും അതോടൊപ്പം തന്നെ BJP നേതാവായിട്ടുള്ള ദേവരാജ് ഗൌഡയും ചേർന്നാണെന്നാണ് നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ. ഈ പ്രജ്വലിന്റെ ഡ്രൈവർ കാർത്തികുമായി ബന്ധമുള്ള 2 BJP പ്രവർത്തകരെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലിഖിത് ഗൌഡ അതോടൊപ്പം തന്നെ ചേതൻ, ഇവർ 2 പേരും ഹാസനിലെ BJP പ്രവർത്തകരാണ്. ഈ പ്രജ്വലിന്റെ ഡ്രൈവർ കാർത്തിക് ഇവരെ ഉപയോഗിച്ചാണ് ഈ ദൃശ്യങ്ങൾ, അശ്ലീല ദൃശ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് സമൂഹ മാധ്യമ സൈറ്റുകളിൽ ിലൂടെ പ്രചരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഇവർ നേരത്തെ തന്നെ SITയുടെ നിരീക്ഷണത്തിലായിരുന്നു, ഇവർ ഒളിവിലായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ട 2 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട് എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി അരുൺ. മലപ്പുറം പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ച് 2 പേരെ കാണാതായി. പൊന്നാനി സ്വദേശികളായ സലാം, ഗഫൂർ എന്നിവരെയാണ് കാണാതായത്. 4 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സമീർ, സങ്കടകരമായ വാർത്തയാണ്. ഇവർക്കായുള്ള തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? നിലവിൽ കടലിൽ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്സ്യ തൊഴിലാളികളും ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസും നേവിയുടെയും സഹായത്തോടു കൂടിയാണ് തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ആണ് ഈ അപകടം സംഭവിക്കുന്നത്. പൊന്നാനി തീരത്തിൽ നിന്നും ഏറെ അകലെയാണ്
ഈ പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കപ്പലിലിടിച്ച് അപകടം ഉണ്ടാകുന്നത്. അഴീക്കൽ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹ് എന്ന ബോട്ടാണ് രാത്രിയോടുകൂടി അപകടത്തിൽപ്പെടുന്നത്. തുടർന്ന് ആകെ 6 മത്സ്യത്തൊഴിലാളികളായിരുന്നു ഈ ബോട്ടിലുണ്ടായിരുന്നത്. അതിൽ 4 പേരെ ഈ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തി. പിന്നീട് 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊന്നാനി സ്വദേശികളായിട്ടുള്ള സലാം ഒപ്പം തന്നെ ഗഫൂർ എന്നീ 2 പേരെയാണ് നിലവിൽ കാണാതായിരിക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ഈ ബോട്ട് തകർന്ന് മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഈ മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് കപ്പലാണ് ഇടിച്ചതെന്ന് സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടുണ്ടോ? പ്രവിത, നിലവിൽ യുവരാജ് എന്ന പേരുള്ള ഒരു കപ്പലിലാണ് നിലവിൽ ഈ ബോട്ട് ഇടിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. രാത്രി 1 മണിയോട് കൂടിയാണ് അപകടം സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിനായി 6 പേരടങ്ങുന്ന ഇസ്ലാഹ് എന്ന ബോട്ട് മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ രാത്രി 1 മണിയോട് കൂടിയാണ് അപ്രതീക്ഷിതമായി ഈ യുവരാജ് എന്ന് പറയുന്ന ഈ കപ്പലിൽ ഈ ബോട്ട് ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് പൂർണ്ണമായും തകരുകയും അത് മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളതുമാണ് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. പിന്നാലെ 6 പേരിൽ 4 പേരെ ഈ കപ്പൽ ജീവനക്കാർ ഉടൻ തന്നെ രക്ഷപ്പെടുത്തിയത്. 2 പേർ താഴ്ന്നു പോകുന്നതാണ് കണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നാലെ ഈ മത്സ്യത്തൊഴിലാളികൾ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധന വള്ളങ്ങളും ബോട്ടുകളും ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസും നേവിയും എല്ലാം എത്തി തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ 2 പേരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. പൊന്നാനി സ്വദേശികളായിട്ടുള്ള സലാം, ഗഫൂർ എന്നീ 43-45 വയസ്സുള്ളവരെയാണ് കാണാതായിരിക്കുന്നത്. മലപ്പുറം പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ച് 2 പേരെ കാണാതായ വിവരങ്ങളാണ് സമീർ ബിൻ കരീം നൽകിയത്. തമിഴ്നാട് നാഗപട്ടണം മണ്ഡലത്തിലെ MP M ശെൽവരാജ് അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 4 തവണ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മനീഷ് മൂർത്തി, ചെന്നൈയിൽ നിന്ന്. മനീഷ്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ മരണം? വിവരങ്ങൾ. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖമുണ്ടായിരുന്നു, ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ന് പുലർച്ചെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നത്. എന്തായാലും തമിഴ്നാടിനെ സംബന്ധിച്ചൊരു മുതിർന്ന CPI നേതാവ് തന്നെയാണ് M ശെൽവരാജ് എന്ന് പറയുന്നത്. 67 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 4 തവണയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2019 വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയായിരുന്നു അദ്ദേഹം ജയിച്ചിരുന്നത്, ലോക്സഭയിൽ എത്തിയിരുന്നത്. എന്തായാലും സംസ്കാരം സംബന്ധിച്ച് ഇപ്പോൾ ഒരു അറിയിപ്പ് നാളെ രാവിലെ 10 മണിക്ക് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലായിരിക്കും സംസ്കാരം എന്നുള്ളൊരു അറിയിപ്പ് കൂടി ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ശരി, മനീഷ് മൂർത്തിയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.